കടന്നുപോയിട്ട് വേദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കടന്നു പോകുമ്പോഴേ ഹല്ലേലൂയ സ്തോത്രം മാർത്തായ്ക്ക് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. യേശുവിന് ഒരു നല്ല ചാപ്പാട് കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന് ഒരു നല്ല വിരുന്ന് കൊടുക്കണം. ഇതായിരുന്നു മാർത്തായുടെ ദർശനം. ഹല്ലേലൂയ സ്തോത്രം. പലരുടെയും ദർശനം പലതാ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മാർത്ത യേശുവിനെ കണ്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഒരു നല്ല ഊണ് കൊടുക്കാൻ വേണ്ടി തന്റെ ഭവനത്തിലേക്ക് യേശുവിനെ വിളിച്ചുകൊണ്ട് പോകുക. കരങ്ങളിൽ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. അവരുടെ ദർശനം എന്ന് പറയുന്നത് യേശുവിന് ഒരു ഊണ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വിരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിൽ കവിഞ്ഞ് അവർക്ക് ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവളെ ചിന്തിച്ച് നല്ല ഒരു ഊണ് കൊടുക്കുമ്പോ യേശു ഊണൊക്കെ കഴിഞ്ഞിട്ട് പറയും, മാർത്തായ നിന്റെ ഫുഡ്, നിന്റെ കുക്കിംഗ് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് യേശു പോണം. ഇതായിരുന്നു അവരുടെ ആഗ്രഹം കേട്ടോ. അല്ലെ, പക്ഷേ യേശുവിന്റെ പദ്ധതി വേറെ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിനേ ഹല്ലേലൂയ. ആ കുടുംബത്തെ എടുത്തു പഠിക്കുമ്പോഴേ ഹല്ലേലൂയ ഒരു ഡിസോർഡർ ആയ ഒരു കുടുംബമാണ്. അപ്പ ഇല്ല, അമ്മ ഇല്ല. അതിലെ 2 സഹോദരികളും ഒരു സഹോദരൻ. അതിലെ ഒരു സഹോദരി പുറത്തു പോകുന്നു, ഒരു സഹോദരി വീട്ടിലിരിക്കുന്നു. ഒരു സഹോദരനുണ്ട്, അവൻ എവിടെയാണെന്ന് പോലും കണ്ടിട്ടില്ല. കാര്യങ്ങൾ ശ്രദ്ധിക്കാം. യേശു ലാസറുവിനെ അതിനു മുൻപ് കണ്ടോ കണ്ടില്ലയോ എന്ന് അറിയത്തില്ല, വേദത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ലാസറിനെ യേശു ആദ്യം കാണുന്നത് കല്ലറയുടെ മുൻപിൽ വെച്ചാ. അല്ലെ, കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പക്ഷേ വേദം പറയുന്നു ലാസറിനെ യേശു ഏറെ സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിനേ ഈ ഭവനത്തിലേക്ക് കടന്നു പോയപ്പോഴേ ഹല്ലേലൂയ സ്തോത്രം, മാർത്തായുടെ പദ്ധതി തകിടം മറിച്ചുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി അവിടെ വെളിപ്പെടുക. അല്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ദൈവം നമ്മളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. മാർത്ത വിചാരിച്ച് ഞാനൊരു ഊട് കൊടുക്കുമ്പോ അത് കഴിച്ചിട്ട് മിണ്ടാതെ പോകുന്ന ഒരു യേശുവിനെയാണ് മാർത്ത കണ്ടിരുന്നത്. പക്ഷേ നിന്റെ ഭവനത്തിൽ വന്നിട്ട് മിണ്ടാതെ ഊടും കഴിച്ചിട്ട് പോകുന്ന ഒരു യേശുവിനെ അല്ല ബൈബിൾ പറയുന്നത്. യേശു നിന്റെ ഭവനത്തിൽ വന്നാൽ അവൻ ചെതലൊക്കെ കയറി ഇടപെടും. കരങ്ങളെ ശ്രദ്ധിക്കുക. നിന്റെ വിഷയത്തിൽ ദൈവം കയറി പിടിക്കും. ഹല്ലേലൂയ സ്തോത്രം. ചുമ്മാ ഉണ്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. യേശുവിന്റെ പദ്ധതി വേറെയായിരുന്നു. യേശു അതിന്റെ അകത്തേക്ക് കടന്നുപോയി. ദൈവത്തിനന്മേ ഹല്ലേലൂയ സ്തോത്രം. 3 പേരുള്ള ഒരു കുടുംബം. മരണത്തിന്റെ പിറകെ മരണം. അപ്പ മരിച്ചു, അമ്മ മരിച്ചു. ഒന്നിന്റെ പിറകെ ഒന്ന്. എത്ര പേർ മരിച്ചെന്നറിയത്തില്ല. മരണ ദൂതന്റെ വാഴ്ചയുള്ള ഒരു ഭവനത്തിലേക്ക് നാസറേനായ യേശു കടന്നു പോവുകയാണ്. ആ ഭവനത്തില് എല്ലാവർക്കും ഒരു മരണ ഭീതി ഉണ്ടായിരുന്നു. നാളെ ആര് മരിക്കും? ഈ 3 പേരും ചീട്ടിട്ടുകൊണ്ടിരിക്കുക. നാളെ നീ അടുത്ത മരണം ആരെ പിടിക്കും? മരണദൂതന്റെ വാഴ്ച ആരെ കയറി പിടിക്കുമെന്ന് ഭയന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഭവനത്തിലേക്ക് യേശുവിനെ പോയി. യേശുവിന്റെ സാന്നിധ്യം കയറിപ്പോയി. യേശുവിന് പിടികിട്ടി. മരണദൂതന്റെ വാഴ്ചയാ. ചില വീടുകളിൽ മരണദൂതന്റെ വാഴ്ചയാ. ഇന്ന് തട്ടും നാളെ തട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം അയൽപക്കക്കാർ കാത്തിരിക്കുക. നാളെ ചാവും, മറ്റന്നാ ചാവും, നിനക്ക് വേണ്ടി ശവപ്പെട്ടി ഒരുക്കുകൊണ്ട് ഇവൻ ഇപ്പോൾ ചത്താൽ അവന് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകാൻ അടക്കം ചെയ്യുവാൻ ഒരു കൂട്ടം ജനം കാത്തിരിക്കുമ്പോൾ നാസറേനായ യേശു ആ ഭവനത്തിലേക്ക് കയറി വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ സമയം ആര് വന്നില്ലെങ്കിലും യേശു വരണം കേട്ടോ. ഹല്ലേലൂയ. മാർത്തയുടെ പദ്ധതി മൊത്തം പൊളിഞ്ഞു. മാർത്ത വിചാരിച്ചു മറിയെ സഹായിക്കും, നല്ല കുക്ക മറിയ. ഇവിടെ ചേർത്ത് ഒരു സുന്ദരം ഹല്ലേലൂയ സ്തോത്രം വിരുന്നൊരുക്കാനായിരുന്നു മാർത്തയുടെ പദ്ധതി. പക്ഷെ യേശുവിന്റെ പദ്ധതി അതല്ല. നിന്റെ കുടുംബത്തിൽ നിന്ന് അന്ധകാര ശക്തികളെ പുറത്തു കൊണ്ടുവന്ന് ഈ കുടുംബത്തെ ഒരു ഓർഡറിൽ കൊണ്ടുവരണം. 3 പേര് 3 ഡയറക്ഷനാ, 3 പേര് 3 ഡയമെൻഷനാ. ഹല്ലേലൂയ സ്തോത്രം. പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒന്ന് പറഞ്ഞാൽ അടുത്തത് കേൾക്കത്തില്ല, ആര് പറഞ്ഞാലും കേൾക്കത്തില്ലെന്ന്. ഇന്നത്തെ കുടുംബ ജീവിതം അങ്ങനെയാ. പിള്ളേരൊന്നും തല തിരിഞ്ഞു പോകുക, അവരോടൊന്നും കൽപ്പിച്ചിട്ട് കാര്യമില്ല. യേശു പറഞ്ഞാൽ അവർ കേൾക്കും കേട്ടോ. കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഈ യേശു അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് മറിയ നോക്കിയപ്പോ ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ കണ്ടത് അവളൊരു ദൈവമായിട്ടാണ് കണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. അവളുടെ ജീവിതത്തിൽ അപ്പായുടെ സ്നേഹമില്ല, അപ്പാവിടെ അൻപില്ല, അന്മയുടെ അൻപില്ലാമ ഏങ്ങിയിരുന്ന മറിയാൽ യേശുവെ കണ്ടപോது യേശുവിന്റെ ദർശനത്തില്, യേശുവിന്റെ ഹല്ലേലൂയ സ്തോത്രം എൻകൗണ്ടറില് ഹല്ലേലൂയ സ്തോത്രം அவள் எல்லாம் அவளுக்கு கிடைத்தது. ஹல்லேலூயா ஸ்தோத்திரம். அவள் சொன்னா இவர் சாதாரண மனுஷன் இல்ல. he is not an ordinary
ഓർഡിനറി പേഴ്സൺ. ഹല്ലേലൂയ സ്തോത്രം. സംതിങ് ഡിഫറെന്റ്. ഹല്ലേലൂയ. യേശു സാധാരണ മനുഷ്യൻ അല്ല. ഇവർ யாரோ വ്യത്യസ്തമാனவர். ഹല്ലേലൂയ സ്തോത്രം. അവൾ இயேசுவை முருக பிடிச்சுக்கொண்டா. ஹல்லேலூயா ஸ்தோத்திரம். இயேசுவோட பாதத்துல உட்கார்ந்து இயேசு சொல்றது என்னன்னு கேட்டுக்கிட்டே இருந்தா. ஹல்லேலூயா ദൈവത്തിന്റെ ജനമേ. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ദൈവത്തിന് വേണ്ടിയത്. ഹല്ലേലൂയ സ്തോത്രം. മാർത്ത എന്ന് പറയുന്നത് ലോകത്തെ കാണിക്കുക. ഹല്ലേലൂയ സ്തോത്രം. മറിയ എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തെ കാണിക്കുക. ഹല്ലേലൂയ. മറിയ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് യേശുവിന്റെ വായിലിരുന്ന് വീഴുന്ന ഓരോ വാക്കുകളും പറക്കി എടുത്ത് ഓ എന്തൊരു ആശ്വാസമുള്ള വാക്കുകൾ, എന്തൊരു ആറുതലുള്ള വാക്കുകൾ, എത്ര സ്നേഹിക്കുന്ന വാക്കുകൾ. എന്റെ ജീവിതത്തിൽ ആരും ഇതുപോലെ എന്നെ സ്നേഹിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആരും ഇതുപോലെ പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ആരും ഇതുപോലെ കേട്ടിരുന്നില്ലേ. മറിയാക്ക് വേറെ ഒന്നും വേണ്ട. സാഹചര്യങ്ങൾ മറന്നുകൊണ്ട് അവൾ യേശുവിന്റെ പാദപീഠത്തിലിരുന്നു. കരങ്ങളിൽ ശ്രദ്ധിക്കാൻ ദൈവത്തിനേ. അല്ലെങ്കിൽ മാർത്ത നോക്കിയിട്ട് ഒരു പരിപാടി നടക്കുന്നില്ല. അതിലെ നടന്ന് ഇതിലെ നടന്ന് ഇവളൊന്ന് നോക്കുമ്പോ ഇവർക്ക് സിഗ്നൽ കൊടുത്ത്, പക്ഷേ മറിയ ആ പക്കത്തോട് അടുക്കുന്നില്ല. അല്ലെങ്കിൽ അവസാനം ഗതി കെട്ടിട്ട് യേശുവിന്റെ അടുത്ത് വന്നിട്ട് മറിയ പറഞ്ഞു, ദൈവമേ നിനക്കെങ്കിലും വിചാരമില്ലയോ? ഹല്ലേലൂയ സ്തോത്രം. യേശുവേ നിനക്ക് വിചാരമില്ലയോ? ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? ഹല്ലേലൂയ സ്തോത്രം. മറിയ ഒന്ന് പറഞ്ഞു വിടണം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. അവിടെയാണ് യേശുവിന്റെ ക്ലൈമാക്സ്. ഹല്ലേലൂയ ദൈവത്തിന്റെ നന്മ. ഹല്ലേലൂയ സ്തോത്രം. മാർത്ത ഒരു ഭാഗം, മറിയ പാദത്തിലിരിക്കുന്നു, യേശു നടുവിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. രണ്ടു പേരുടെയും ജീവിതം യേശു അവിടെ വരച്ചു വെച്ചു. കരങ്ങളിൽ ശ്രദ്ധിക്കാം. യേശു പറഞ്ഞു, മാർത്തായേ മാർത്തായേ, നീ പലതിനെ ചൊല്ലി വിലപിച്ച് കലങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ആവശ്യപ്പെട്ടത് നീ എടുത്തിട്ടില്ല. தேவையானது ஒன்று. மாறியானோ தன்னை விட்டு எடுபடாத நல்ல பங்கை தெரிந்து கொண்டார். ஹல்லேலூயா. தேவனுடைய பிள்ளையே, ஹல்லேலூயா. ஆண்டவர் சொல்லுகிறார், மார்த்தாளே நீ அநேக விஷயங்களை குறித்து கவலைப்பட்டு கலங்கிக் கொண்டிருக்கிறாய். ஒரு பலவ சந்தரி பண்ணி பரிபட்சிதனவா. മാർത്ത വിചാരിച്ചു ഞാന് കലങ്ങുന്നത് യേശുവിനെ അറിയത്തില്ലെന്ന് കേട്ടോ. മാർത്ത വിചാരിച്ചു എന്റെ കലക്കം യേശുവിനെ അറിയത്തില്ല. അവളെ വിഷയം യേശുവിന്റെ അടുത്ത് അവതരിപ്പിച്ചത് മറിയ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് പോകണം. കാരണം ശ്രദ്ധിക്കാം. മറിയായെ ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവൾക്ക് സഹായിപ്പാൻ യേശുവിന്റെ സപ്പോർട്ട് കൂടി ചെയ്യാനാണ് മാർത്തയുടെ ഉദ്ദേശം. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നിന്റെ ആരാധന മുടക്കി നിന്നെ കൊണ്ടുപോയി രോഗപരമായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ലോകത്തിന്റെ ഉദ്ദേശം. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന നിന്നെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന നിന്നെ എന്നെ എങ്ങനെയെങ്കിലും യേശുവിന്റെ അടുത്ത് നിന്ന് അകറ്റിക്കൊണ്ട് പോകണം. ഇതാണ് ലോകത്തിന്റെ ഉദ്ദേശം, പൈശാചിക ബന്ധനങ്ങളുടെ ഉദ്ദേശം. യേശുവിന്റെ അടുത്ത് ഇത് നടക്കത്തില്ല മകളെ. യേശുവിന് നിന്നെയും അറിയാ, ലോകത്തെയും അറിയാ, സംസാരിക്കുന്ന വ്യക്തിയെ അറിയാ, നിന്റെ ജീവിതം എന്തെന്നറിയാ. യേശു മറിയായെ നോക്കി 2 പ്രാവശ്യം പറഞ്ഞു, മാർത്താളെ മാർത്താളെ. അനേക விஷயங்களை குறித்து கவலைப்பட்டு கலங்குகிறார். மார்த்தாயே உனக்கு விஷயம் மரியா கிடையாது. மரியா வந்தாலும் உன் பிரச்சனை தீராது. உன்னுடைய கலக்கம், உன்னுடைய ஏக்கம், உன்னுடைய பிரச்சனைகள் இது மரியா கிடையாது. நீ சொல்றது உண்மை கிடையாது. நீ அநேக விஷயங்களை குறித்து கவலைப்பட்டு கலங்குகிறார். என்னென்ன விஷயம்? குடும்பத்தின் விஷயம், ரெஸ்பான்சிபிலிட்டி, உத்தரவாதம். பயங்கர பிஸியா, വ്യാപാരം, എന്ന് വേണ്ട. അന്നത്തെ ലോകത്തില് മൊബൈൽ ഫോൺ ഇല്ല, ടെലിവിഷൻ ഇല്ല. അപ്പൊ അങ്ങനെ ഇരുന്നിട്ടും അവള് ഭയങ്കര ബിസിയായിരുന്നു. ബിസി കൊണ്ട് ഇവക്ക് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് കലങ്ങളുടെ സുനിക. ദൈവം പറഞ്ഞു, നിന്റെ വിഷയം ഇതല്ല. നീ കലങ്ങി കുഴഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് മറിയായെ കാണിച്ചിട്ട് പറഞ്ഞു, അവളെ നോക്ക്, 2 പേരും ഒരേ സാഹചര്യത്തിൽ വളർന്നു വരുന്ന 2 പാത്രങ്ങളാ. അല്ലല്ലേ? മാർത്താൾ എവിടെ ജീവിക്കുന്നോ അവിടെ തന്നെയാ മറിയാം ജീവിക്കുന്നത്. മാർത്തായ്ക്കുള്ള വിഷയമെല്ലാം മറിയായ്ക്കുമുണ്ട്. അല്ലെ? മാർത്തായ്ക്കുള്ള പ്രശ്നങ്ങളെല്ലാം മറിയായ്ക്കുമുണ്ട്. ഒരേ കുടുംബത്തിൽ ഒരേ രക്തം. പക്ഷെ മാർത്ത കുഴങ്ങി നിൽക്കുക, കലങ്ങി നിൽക്കുക. പക്ഷെ മറിയ ഉറച്ച് യേശുവിന്റെ പാദങ്ങളിൽ നിൽക്കുക. അല്ലെങ്കിൽ അവൾ നല്ല സ്റ്റാബിളാ. അല്ലെങ്കിൽ അവക്ക് കുലുക്കമില്ല, കലക്കമില്ല. അല്ലെങ്കിൽ അവക്ക് ഭയമില്ല, അവക്ക് പേടിയില്ല, അവക്ക് ഒന്നുമില്ല. അവൾ യേശുവിന്റെ പാദപീഠത്തിലിരിക്കുക. ഒരു ദൈവത്തിന്റെ അനമേ. ബൈബിൾ വായിക്കുമ്പോൾ എവിടെയെല്ലാം യേശു ഹല്ലേലൂയ സ്തോത്രം ബൈബിളിൽ 2 പ്രാവശ്യം ഒരു പേര് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിട്ടിക്കൽ സ്റ്റേജാ.
ഹല്ലേലൂയ സ്തോത്രം. ഈ ദൈവം ആബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞു, ആബ്രഹാമേ പിള്ളയാന്റെ മേൽ കൈവയ്ക്കാതെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാ. ഹല്ലേലൂയ. ഈ ദൈവം വിളിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ ആബ്രഹാം ഇസ്ഹാക്കിനെ ബലി കൊടുക്കും. ഹല്ലേലൂയ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ദൈവം മോശയെ വിളിച്ചു, മോശേ ഹല്ലേലൂയ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധ ഭൂമിയാണ്. മോശയെ ദൈവം വിളിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ അവിടെ വേദനിച്ചുകൊണ്ടിരിക്കുക. ഒരു ക്രിസ്റ്റിക്കൽ സ്റ്റേജാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബിനെ ദൈവം വിളിച്ചു, മോശയെ ദൈവം വിളിച്ചു, ആബ്രഹാമേ എന്ന് വിളിച്ചു. ഹല്ലേലൂയ സ്തോത്രം. സൗലിനെ ദൈവം വിളിച്ചു, സൗലേ ഹല്ലേലൂയ, മുള്ളിൽ ഉதைப்பது ഉനക്ക് കഠിനമാ. ഒരു ബലവ ശന്തരവ. അവിടെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാ. സഭയെ മുടിക്കാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യേശു കാൽവരി ക്രൂശിൽ കടന്നുകൊണ്ട് പിടിച്ചു, ഹല്ലേലൂയ സ്തോത്രം, എൻ ദേവനേ എന്നെ കൈവിട്ടി. ഏറ്റവും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു യേശു. ഹല്ലേലൂയ. യേശു ഇവിടെ മാർത്തായെ 2 പ്രാവശ്യം വിളിക്കുക. മാർത്താൾ ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജാ കേട്ടോ. നീ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. മാർത്തായെ ഹല്ലേലൂയ, നീ നിൽക്കുന്നത് ശരിയല്ല, നീ പറയുന്നത് ശരിയല്ല. ഹല്ലേലൂയ. മറിയ നോക്ക്. മറിയ എന്ന് പറയുന്നത് ആരാധനയെ കാണിക്കുന്നു. യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കാവൾ, ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കാവൾ, ദൈവ പ്രസന്നത്തിൽ അവൾ കടന്നു വന്നിരിக்கிறாள். ഒരു ചന്ദ്രമ. ഏത് பிரச்சனையோடு வந்திருந்தாலும் தேவனுடைய பிரசன்னத்துக்குள்ள நீ கடந்து வந்தால் உன்னுடைய பிரச்சனைகள் மாறி போகும். எந்த பிரச்சனை இருந்தாலும் தேவ பிரசன்னத்துக்குள்ள நீ வந்து விட்டால் அந்த பிரச்சனையை கர்த்தர் பார்த்துக் கொள்வார். ஹல்லேலூயா. எந்த வியாதியோடு வந்திருந்தாலும் தேவ பிரசன்னத்துக்குள்ள நீ கடந்து வந்தால் தேவன் உன்னை குணப்படுத்துவார். ஒரு பலவ சதரபக்கர பக்தந்தரமா. ஹல்லேலூயா. இயேசு நல்லவன். தேவனுடைய பிள்ளைகளே, ஹல்லேலூயா ஸ்தோத்திரம். மரியாள ஏன் கூப்பிட்டா தெரியுமா? ஹல்லேலூயா ஸ்தோத்திரம். அவள் இயேசுவுடைய பாத பீடத்துல உட்கார்ந்திருந்தாள். ஹல்லேலூயா. நேரம் குறைவா இருக்கிறனா சீக்கிரத்துல போறேன். ஹல்லேலூயா ஸ்தோத்திரம். மரியாள் ஹல்லேலூயா ஸ்தோத்திரம் இயேசுவின் பாத பீடத்தில் இருக்கிறாள். வேதம் சொல்லுகிறது, ஹல்லேலூயா, சவுல் என்பவன் கமாலியின் பாத பீடத்தில் இருந்து கற்று தேர்ந்தவன். கமாலியன் பாத பீடத்தில் இருந்து படிச்சா ஹல்லேலூயா வெற்றியா இருந்த சவுல். சவுல் கமாலியന്റെ ശിഷ്യനായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു ശിഷ്യനാണ് ഒരു ഗുരുവിന്റെ പാദത്തിൽ ഇരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് വലിയ പദവിയൊന്നുമില്ല. അവർക്ക് വിദ്യാഭ്യാസം പാടില്ല. അവർക്ക് ആണുങ്ങളുമായി സംസാരിക്കാൻ പാടില്ല. യഹൂദന്മാരുടെ ചടങ്ങ, യഹൂദന്മാരുടെ പാരമ്പര്യ ട്രഡീഷണൽ അങ്ങനെയാണ്. അവര് ഹല്ലേലൂയ സ്തോത്രം ശിഷ്യത്വം സ്ത്രീകൾക്കില്ല. ഗുരുവിന്റെ അടുത്ത് പോയി പഠിക്കുവാൻ അവർക്ക് അനുവാദമില്ല. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ട് അവന്റെ ട്രഡീഷണലും അവന്റെ കൾച്ചറും അവന്റേതായ എല്ലാ പാരമ്പര്യ കത്തുകളെ മുടച്ചുകൊണ്ട് മറിയ യേശുവിന്റെ പാദപീഠത്തിൽ യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. ആനന്ദം തന്നതും വ്യത്യാസമില്ലാமல் ഒരുപോലെ എന്നെ ഉങ്ങളെ നേസിക്കുന്ന தேவனுடைய அன்பு அவரை நாங்கள் ஏற்றுக்கொள்வதை ഇത് കണ്ടപ്പോ മാർത്താക്ക് ഭയങ്കര വിഷമമായി. എന്തെന്ന് വെച്ചാൽ അവരെ പാരമ്പര്യം വിട്ടുള്ള മറിയയുടെ പ്രവർത്തനമാണ്. ആൾക്കാർ എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞാണ് ഹല്ലേലൂയ സ്തോത്രം അവിടെ ഈ മറിയ അകറ്റാൻ നോക്കുന്നത്. എന്തെന്നാ യേശുവിന്റെ പാദപീഠത്തിൽ ശിഷ്യന്മാർ വേണം ഇരിക്കാം. പക്ഷേ മറിയ കയറിയെങ്കിൽ ഇരിക്കുക അവക്കൊരു വിഷയമല്ല. യേശുവിനെ കിട്ടിയപ്പോ അവിടെ വിട്ടില്ല ദൈവത്തിന് നന്മ. അവിടെ കവലകൾ, അവിടെ വേദനകൾ, അവിടെ കണ്ണുനീർ, അവിടെ ഏക്കം, അവിടെ തുன்பം, അവിടെ വ്യാധി എല്ലാം യേശുവിൻ പാദപീഠത്തിൽ ഇറക്കി வைத்தார். அவள் இயேசுவின் முகத்தை பார்த்துட்டே இருந்தா. ஹல்லேலூயா சகோதர தேவனுடைய பிள்ளைகளே, அதுதான் ஆராதனை. இயேசப்பா பாதபீடத்தில் இருக்கிறதா ஆராதனை. அந்த ஆராதனைக்குள்ள நீ இருந்தா உன்னை சத்ரு தொட முடியாது, யாரும் தொட முடியாது, ஒரு சொந்தம் தொட முடியாது, ஒரு பந்தம் தொட முடியாது, இனம் தொட முடியாது, ஒரு சத்துருகள் தொட முடியாது. நீ you are under the control of Jesus Christ. இயேசுவின் கண்ட்ரோலுக்கு நீ வந்துவாய். ஹல்லேலூயா. தேவனுடைய பிள்ளைகளே, மரியா இயேசுவிന്റെ പാദപീഠത്തിൽ ഇരുന്നു. ഹല്ലേലൂയ സ്തോത്രം. യേശു പറയുകയാണ്, തന്നെ വിട്ട് எடுபடாத நல்ல பங்கை தெரிந்து கொண்டா. எல்லா பங்கும் நம்ம விட்டு போயிடும். கொஞ்சம் ஒரு வீடு இருந்தா அது நம்மளை விட்டு போயிடும். கொஞ்சம் சொத்து இருந்துச்சுன்னா அது நம்மளை விட்டு போயிடும். இன்றைக்கு கிடைக்கிற காசு நம்ம கையில நாளைக்கு இருக்காது. நம்முடைய பிள்ளைகள் நம்ம விட்டு போயிடுவாங்க. அப்பா அம்மா நம்மளை விட்டு போயிடுவாங்க. குழந்தைகள், தாய் தந்தை நம்மளை விட்டு போயிடுவாங்க. எல்லா பங்கும் இந்த உலகத்துல கிடைக்கிற எல்லா பங்கும் நம்ம விட்டு போயிடும். ஆனா ஆண்டவர் சொல்றாரு,
இவள் தெரிந்து கொண்ட பங்கு, அவளை விட்டு என்றுமே எடுபடாத பங்கு, என்றுமே அவளை விட்டு போகாத பங்கு, இயேசுவின் அன்பு. ஹல்லேலூயா. இயேசுவின் பாதபீடத்தில் ஒரு நல்ல பங்கை அவள் தெரிந்து கொண்டார். ஒரு பலவ சதரப கரப சந்தரபா. தேவனுடைய பிள்ளைகளை தேவன் என்னை குறித்து உங்களை குறித்து விரும்புகிறது. ஹல்லேலூயா. அந்த பங்கை பெற்றுக் கொள்ள வேண்டும் என்பதுதான். ஹல்லேலூயா. சொல்ற இயேசுவின் பாதபீடத்தில் இருக்கிற மரியாதை காட்டிட்டு அதை இயேசு சொல்றார், தன்னை விட்டு எடுபடாத நல்ல பங்கை தெரிந்து கொண்டாள். ஆக தேவனுடைய பிள்ளைகளை அதை மார்த்தா சுலபமா அவளை இழுத்துட்டு அந்த பங்குல இருந்து கொண்டு போயிடலான்னு பார்த்தா, ஆனா இயேசு பார்த்துட்டாரு, இல்ல அவளை விட முடியாது. ஆனா அவள் என்னுடைய கண்ட்ரோல் இருக்கா. ஆனா இயேசு உங்க கூட இருந்தாச்சுன்னா யாரும் உங்களை இழுத்துட்டு போக முடியாது. இயேசு உங்க கண்ட்ரோல்ல, உங்க பிள்ளைகளை இயேசுடைய கண்ட்ரோல்ல கொடுத்தா சாத்திரம் இழுத்துட்டு போக முடியாது. ஆக தேவன் அனுமதிக்க மாட்டார். தேவன் கண்ட்ரோல் செய்து அவங்களை தன்னுடைய அதை செற்றையின் கீழ் மூடி மறைத்துக் கொள்வார். ஒரு பலவ சந்தரி பண்ணி வெளிபட்சிதலவா. ஹல்லேலூயா. மரியா இயேசுவின் பாதபீடத்தில் உட்கார்ந்திருந்தார். ஹல்லேலூயா. தேவனுடைய பிள்ளைகளை அதை என்ன பிரயோஜனத்துக்கு கேட்பீங்க? மரியா இயேசுவின் பாதத்துல இருந்துட்டு என்னப்பா கிடைச்சிச்சு? அலரும் கேட்பாங்க, பெந்தகோஸ்துல போயிட்டு உனக்கு என்ன கிடைச்சிச்சு? நீ ஆராதனைக்கு போய் ஆராதிச்சல உனக்கு வீடு இருக்கா, உனக்கு சொத்து இருக்கா, சுகம் இருக்கா, அதுல என்னதான் கிடைச்சிச்சுன்னு பலரும் உங்ககிட்ட கேட்பாங்க. அதுல மரியா கிட்டே கேட்டிருப்பாங்க. அதே ஹல்லேலூயா. மரியாக்கு அதை இயேசுவின் பாதபீடத்தில் இருந்து கொண்டு எந்த லாபம்? அதை பாதபீடத்தில் இருக்காத மார்த்தாக்கு ஒரு பவனம் உண்டு. அவளை பேரிலான மார்த்தாவுடைய பவனம் அறியப்படுகிறது. அதை பாதபீடத்தில் இருந்தா அதில் மரியாக்கு ஒன்றும் இல்ல. ஹல்லேலூயா. சோத்திரம். தெய்வத்தின் நேரமே பைபிள் யோகன்னான் சுவிசேஷத்தில் எழுதி வச்சு பெத்தானியா பட்டணம், அது மரியா அதில் வசிക്കുന്ന പട്ടണം. ഹല്ലേലൂയ. സോദരൻ മാർത്തായ്ക്ക് ഒരു വീട് ഉള്ളായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, നിനക്ക് വീടല്ല, നിന്റെ പേര് ഒരു പട്ടണം ഞാൻ തരികയാ. ബെഥാനിയ പട്ടണം എന്ന് പറയുന്നത് മറിയയുടെ പേരിൽ അറിയപ്പെടുന്നത്. ഒരു യേശുവിന്റെ പാദപീഠത്തിൽ നിന്നാൽ ഈ പട്ടണത്തിൽ അറിയപ്പെടുന്നത് ഇടയ്ക്കാകും. യേശുവിന്റെ പാദപീഠത്തിൽ നിന്നാൽ ദൈവം നിന്നെ പ്രബലപ്പെടുത്തും. യേശുവിന്റെ രക്തം ജയം. യേശപ്പ சொன்னார்ல, உன்னை விட்டு எடுபடாத நல்ல பங்குன்னு சொல்லி. ஆனா தேவனுடைய பிள்ளைகளை கொஞ்ச நாள் கழிச்சு அந்த குடும்பத்துல பெரிய ஒரு கண்ணீர் வந்துச்சு. லாசரு இறந்து போனா தெரியுமா? லாசரு இறந்து போன பிறகு இயேசப்பா வராரு. இன்றைக்கு இயேசுவை விட்டு அகற்ற வேண்டும் என்று நினைத்தா மார்த்தாள் மரியாதத்துல வந்துட்டு சொல்றா, போதகர் வந்திருக்கிறார், உன்னைத்தான் அழைக்கிறார். அன்றைக்கு இவளை அகற்றணும் நினைச்சா இன்னைக்கு அவளை இயேசு வண்டையில கொண்டு வருகிறான். ஹல்லேலூயா. சொன்னா நீ ஜபத்தோடு கூட இருப்பாயனால் அதை உன்னை விட்டு போன சில பந்தங்கள் திரும்பி வரும். அதில் நீ கைவிட்டு போன சில நட்புகள், சில உறவுகள் உன்னை தேடி வரும். உறவலவ சந்தரவ கரவ சிதாலவனி வலவா. அதில் மார்த்தா அதில் ஓடி வந்து மார்த்தாக்கு எப்பொழுது മുൻപന്തിയിൽ നിൽക്കണം. യേശുവിനെ ആദ്യം പട്ടണത്തിൽ കണ്ടത് മാർത്തായാ, അതിനെ വീട്ടിൽ കൊണ്ടുപോയത് മാർത്തായാ. പക്ഷെ പ്രവർത്തിക്കണമെങ്കിലും മറിയ വരണം കേട്ടോ. അത്ഭുതം നടക്കണമെങ്കിലും മറിയ വരണം. യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നീ വന്നാലേ അത്ഭുതം നടക്കൂ. യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നീ ഒന്ന് വിചാരിച്ചാലേ ദൈവം അത്ഭുതം ചെയ്യത്തുള്ളൂ. അല്ല മറിയ വന്നു യേശുവിന്റെ അടുത്ത് വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ആ കരച്ചിൽ കണ്ടപ്പോ യേശു കരഞ്ഞ് അല്ലെ കരങ്ങളിൽ ശ്രദ്ധിക്കാം. അല്ലെ മാർത്ത കരച്ചിട്ട് യേശു കരഞ്ഞില്ല. മറിയയുടെ കരച്ചിൽ കണ്ടപ്പോ യേശു കരഞ്ഞു. എന്നറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം. യേശുവിൻ പാദപീഠത്തിൽ இருக்கக்கூடிய, இயேசுவை நேசிக்கக்கூடிய, இயேசுவை ஆராதிக்கக்கூடிய ஒரு தேவ பிள்ளை அழுதால் ஹல்லேலூயா இயேசுவால் தாங்க முடியாது. இயேசு அழுதுருவாரு. ஹல்லேலூயா. ஸ்தோத்திரம். ദൈവത്തിന്റെ ജനമേ, അത് മറിയ യേശുവിന്റെ പാദപീഠത്തിന് ആരാധിക്കുന്ന ദൈവ വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവൾ കരഞ്ഞാൽ എന്റെ യേശുവിനെ കരയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവളുടെ കരച്ചിന്റെ മുമ്പിൽ യേശു അവിടെ കണ്ണീർ വിട്ടാൽ മാത്രമല്ല അതിനെ മരിച്ച് അടക്കിയ ലാസറുവിനെ യേശു ജീവനോട് എഴുന്നേൽപ്പിച്ച് മറിയയുടെ കൈ കൊടുക്കുക. കരങ്ങളെ ശ്രദ്ധിക്കാം. മരിച്ചുപോയ ലാസറിനെ മടക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. സഹോദരാ, യേശു പറഞ്ഞില്ലേ, മറിയാളോ തന്നെ വിട്ട് എടുപെടാതെ നല്ല പങ്കை தெரிந்து கொண்டார். ലോകമെല്ലാം വിളിച്ചു പറഞ്ഞു, മറിയായെ, നീ യേശുവിനെ സ്നേഹിച്ചിട്ടും നിന്റെ സഹോദരൻ നിന്നെ വിട്ടു പോയല്ലോ. നീ യേശുവിനെ സ്നേഹിച്ചിട്ട് നിന്റെ പിള്ളേരെ നിന്നെ വിട്ടു പോയല്ലോ. നീ യേശുവിനെ സ്നേഹിച്ചിട്ട് ചിലതൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. യേശു പറഞ്ഞില്ലേ ഒന്നും നഷ്ടപ്പെടത്തില്ലെന്ന്? യേശു പറഞ്ഞില്ലേ തന്നെ വിട്ട് എടുപെടാതെ നല്ല പങ്ക്, തന്നെ വിട്ട് പിരിക്കാൻ പറ്റാത്ത ഒരു നല്ല ഓഹരി. അതിനെ പക്ഷേ എന്തുപറ്റി നിനക്ക് ചിലത് നഷ്ടപ്പെട്ടു പോയേ?
പക്ഷേ യേശു ആ നാൾ ജനങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടു പോയി 4 ദിവസം കല്ലറയിലിരുന്ന ലാസറുവിനെ ജീവനോടെ എഴുന്നേൽപ്പിച്ച് അവരുടെ കയ്യിൽ കൊടുത്തു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ നീ നഷ്ടപ്പെട്ടത് നിനക്ക് മടക്കി വരും. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ നിനക്ക് ഇളന്നു പോകണം ദേവൻ തിരികെ കൊടുക്കുക. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ നീ നഷ്ടപ്പെട്ട് ഉലകം തന്നത് ഉലകം ഉനക്ക് നഷ്ടപ്പെട്ട് പോകുന്നത് சொன்னது தேவன் உனக்கு திருப்பி அளிப்பார். ஒன்றும் இழந்து போக தேவன் விட மாட்டார். உடைய வாழ்க்கையில ஒன்றையும் இழக்கிறது தேவன் அனுமதிக்க மாட்டார். ஆனா நீ ஒண்ணு செய்யணும், தேவனுடைய பாத பீடத்துல இருக்கணும். தேவனை பற்றி கொள்ள வேண்டும். அவருடைய சற்றைகளின் கீழ் அடைக்கலம் புக வேண்டும். இருத்தை போல ஹல்லேலூயா ஸ்தோத்திரம். സൈന്യങ്ങളുടെ യഹോവയാകിയ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ജനത്തിന്റെ കീഴിൽ ഹല്ലേലൂയ അടക്കലം പ്രാപിച്ച നിനക്ക് അവനാൽ അനേകം നന്മകൾ ഉണ്ടാകും. ദൈവത്തിനെ ഈ ഭവനത്തെ ഒന്ന് ഓർഡർ ആക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി കേട്ടോ. ഹല്ലേലൂയ മരണദൂതന്റെ വാഴ്ചയുടെ ഭവനത്തെ വിടുവിക്കണം. ഹല്ലേലൂയ കലഹത്തുനിന്ന് വിടുവിക്കണം. ഹല്ലേലൂയ സ്നേഹമുള്ള ഒരു ഭവനമായി മാറ്റണം. ഹല്ലേലൂയ ഇതെല്ലാം യേശു പല പ്രാവശ്യമായിട്ട് ഇവിടെ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. അവസാനം 3ാമത്തെ പ്രാവശ്യം മറിയെ ദൈവം കാണുമ്പോഴേ ഹല്ലേലൂയ പന്തിയിൽ ഇരിക്കുമ്പോഴേ മറിയ ഒരു വലിയ തൈലക്കുപ്പി കൊണ്ടുവന്ന് അത് വിലയേറിയ ഒരു തൈലക്കുപ്പി കൊണ്ടുവന്ന് അത് കൊണ്ട് ഉടച്ച് അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ എണ്ണ യേശുവിന്റെ തലമേൽ ഒഴിച്ച് യേശുവിനെ അഭിഷേകം ചെയ്തു. കരങ്ങളിൽ തന്നെ ശ്രദ്ധിക്കാം. ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം, ലോകത്തിൽ ഒരു സ്ത്രീക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം, യേശുവിനെ അഭിഷേകം ചെയ്യുന്ന ഒരു ഭാഗ്യം ഹല്ലേലൂയ സ്തോത്രം മറിയയ്ക്ക് കിട്ടി. മഗ്ദലക്കാരി മറിയ എണ്ണയും കൊണ്ടുപോയെങ്കിലും യേശുവിന്റെ മേൽ പൂശാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ യേശുവിന്റെ പാദപീഠത്തിലിരുന്ന മറിയയ്ക്ക് ആ ഭാഗ്യം കിട്ടി. ഹല്ലേലൂയ സ്തോത്രം. അവൾ തന്റെ വീട്ടിൽ തന്റെ മരണത്തിന് വേണ്ടി ഒളിച്ചു വെച്ചിരുന്ന ഒരു വലിയ പാത്രമായിരുന്നു അത്. ഹല്ലേലൂയ സ്തോത്രം. നദിക്ക് മരണം വരുമ്പോൾ ഹല്ലേലൂയ എന്തെന്ന് വെച്ചാൽ അത് മരണദൂതന്റെ വീടാ. ആരെങ്കിലും ഒരാൾ മരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ അടുത്ത് മരിക്കുക ആരാന്ന് അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവർക്ക് രണ്ടുപേർക്കും ദൈവത്തിന്റെ സ്പർശനം വന്നതുകൊണ്ട് ലാസറു വരിക്കപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ലാസറു യേശുവിനെ കണ്ടുമുട്ടാത്തത് കൊണ്ട് അവന് മരണം സംഭവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ നന്മേ ഹല്ലേലൂയ. ഈ മരണത്തിൽ നിന്ന് യേശു അവനെ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവളൊരു തീരുമാനപ്പെടുത്തി, എനിക്കിനി മരണമില്ല. ഹല്ലേലൂയ. എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി മരിക്കത്തില്ല. എനിക്കെന്തിനാ ഈ വിലയേറിയ ഭരണി? ഹല്ലേലൂയ സ്തോത്രം. അവൾ ഭരണി എടുത്ത് അത് കാത്തു വെച്ചുകൊണ്ടിരിക്കുക. യേശു എന്ന് വരും, യേശു എന്ന് വരുമെന്ന് പറഞ്ഞ് ഒരു ദിവസം യേശു വന്നപ്പോൾ ഈ ഭരണിയുമായിട്ട് സീമോന്റെ വീട്ടിലേക്ക്, യേശു കുഷ്ഠരോഗിയായ സീമോന്റെ വീട്ടിലേക്ക് ഹല്ലേലൂയ മറിയ ഈ ഭരണിയെ ചുമന്നുകൊണ്ട് പോകുക. അവിടെ പോയി യേശുവിന്റെ മുൻപിൽ പോയി ഈ ഭരണി അടിച്ചുടച്ചു. ഹല്ലേലൂയ. ഉടച്ചിട്ട് ആ എണ്ണയെടുത്ത് യേശുവിന്റെ ശിരസിന്മേൽ അഭിഷേകം ചെയ്തു. ദൈവത്തിനെ അതായത് ലോകമെല്ലാം അത് യേശു പറഞ്ഞു ഇവൾ ചെയ്തത് സുവിശേഷത്തിന്റെ ഭാഗമായി മാറും. അത് ഇവൾ ചെയ്തത് സുവിശേഷത്തിന്റെ ഭാഗമായി തീരും. 3 പ്രാവശ്യം മാത്രം മറിയയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും ഇന്ന് മറിയയെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്തെന്ന് പറഞ്ഞാൽ അവൾ യേശുവിനെ അഭിഷേകം ചെയ്തു. നീ ഒന്ന് യേശുവിനെ അഭിഷേകം ചെയ്യണം കേട്ടോ. യേശു നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. പിതാവായി ദൈവമോ പുത്രനായ യേശു പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ നടക്കൊണ്ടിരിക്കുന്നു. നിന്നെ കൊണ്ട് യേശുവിനെ അഭിഷേകം ചെയ്യാൻ കഴിയുമോ? യേശുവിനോട് നീ ചോദിക്കുക, ഞാനെങ്ങനെ അഭിഷേകം ചെയ്യും? എന്റെ കയ്യിൽ ധൈര്യത്തൊപ്പില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, എങ്ങനെ യേശുവിനെ ഞാൻ അഭിഷേകം ചെയ്യും?